വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വിഷയമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. നിങ്ങളെല്ലാം കേട്ട് കാണും, എസ്പെഷ്യലി പുതുതലമുറയിൽപ്പെട്ട ആൾക്കാർ കേട്ട് കാണുന്ന ഒരു വാക്കാണ് മമ്മി മേക്ക് ഓവർ. മമ്മി മേക്ക് ഓവർ എന്ന് പറഞ്ഞാൽ, മമ്മി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഒരു അമ്മയുടെ മേക്ക് ഓവർ, അമ്മയെ വീണ്ടും സുന്ദരിയാക്കുക എന്നുള്ളതാണ് ആ പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ഈ ഒരു ഏകദേശം ഒരു 10 വർഷം മുമ്പ്, അത് 10-15 വർഷം മുമ്പ് അമേരിക്കൻ പ്ലാസ്റ്റിക് സർജൻസാണ് ഈ വാക്ക് ഇങ്ങനെ കോയിൻ ചെയ്തത്, മമ്മി മേക്ക് ഓവേഴ്സ്. അപ്പോൾ അതായത് അമ്മയെ പിന്നെയും പൂർണ്ണ സുന്ദരിയാക്കുക എന്നുള്ളതാണ് ഈ ഇത്തരം ചികിത്സാ രീതികളുടെ ഉദ്ദേശം. അപ്പം ഈ മമ്മി മേക്ക് ഓവർ എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ആൾക്കാർ നെറ്റിലും മറ്റുമൊക്കെ ഈ വാക്ക് കേട്ടിട്ട് ഇപ്പോൾ നമ്മുടെ അടുത്ത് വന്ന് ചോദിക്കാറുണ്ട്, എനിക്കൊരു ഫുൾ മമ്മി മേക്ക് ഓവർ വേണം എന്നുള്ളത്. അപ്പോൾ എന്താണ് മമ്മി മേക്ക് ഓവർ? മമ്മി മേക്ക് ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സ്ത്രീക്ക് അവർക്ക് പ്രസവാനന്തരം ഉണ്ടാവുന്ന ശരീരത്തിന് പല അപചയങ്ങളും ഉണ്ടാവില്ല. ഒരു പ്രസവത്തിന് ശേഷം അവരുടെ ശരീരം സ്ഥൂലിക്കും, ശരീരം വണ്ണിക്കും, വയറൊക്കെ ഉടഞ്ഞ് ഇതാവും, വയറിൻ്റെ ഷേപ്പ് മോശമാവും. മുലയൂട്ടലിന് ശേഷം അവരുടെ സ്ഥലങ്ങൾ, ഈ പറഞ്ഞ പോലെ സ്ഥലങ്ങളുടെ ആ ഒരു സ്ഥലഭംഗി നഷ്ടമാവും. ഈ ഊട്ടൽ കൊണ്ട് 2 രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്. ചിലർക്ക് പ്രസവധാരണത്തിൻ്റെ ഭാഗമായിട്ട് മുലകൾക്ക് കൂടുതൽ വലിപ്പം ഉണ്ടാവും, സ്തനങ്ങൾക്ക് കൂടുതൽ വലിപ്പം ഉണ്ടാവും. ചിലർക്ക് സ്തനശോഷണം ഉണ്ടാവും, കുഞ്ഞ് പാല് കുടിച്ച് സ്തനങ്ങളിൽ നിന്ന് ഇങ്ങനെ ഫീഡിങ് നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പ്രസവാനന്തരം സ്തനശോഷണം ഉണ്ടായി കാണാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രസവത്തിന് ശേഷം ഒരു സ്ത്രീക്ക് അവരുടെ ഉടലിലുണ്ടാകുന്ന അപചയങ്ങൾ വീണ്ടും ശരിയാക്കുന്ന പ്രക്രിയയാണ് മമ്മി മേക്ക് ഓവർ. അപ്പോൾ ഇതിന് മുഖമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. സ്ത്രീയുടെ ഉടലിന്, അതായത് പ്രസവാനന്തരം ആ ഉടലിന്, നമ്മുടെ ഉടലിന് ഉണ്ടായിട്ടുള്ള അപചയങ്ങളെ തീർത്തും പ്ലാസ്റ്റിക് സർജറി വഴി ശരിപ്പെടുത്തി അവരെ പഴയ കന്യകയിലോട്ട്, ഈ പ്രസവത്തിന് മുമ്പ് എങ്ങനെയായിരുന്നു ഈ സുന്ദരി ഇരുന്നത്, ഈ സ്ത്രീ എങ്ങനെയായിരുന്നു അവർ പണ്ടത്തെ കന്യകാ രൂപത്തിലിരുന്ന് അതേ രീതിയിലോട്ട് അവരെ മടക്കി കൊണ്ടുപോവുക എന്നുള്ളതാണ് ഈ പ്രൊസീഡിയേഴ്സ് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഇത്തരം പ്രസവാനന്തരം സ്ത്രീകൾക്കുണ്ടാവുന്ന അപചയങ്ങൾ, അവർക്കുണ്ടാവുന്ന ശരീര സൗന്ദര്യ പ്രശ്നങ്ങൾ മാത്രമാണ് നമ്മളിന്ന് പ്രതിപാദിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ അടങ്ങിയ ഒരു പാക്കേജാണ് മമ്മി മേക്ക് ഓവർ എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഈ പാക്കേജിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഈ പാക്കേജിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, എന്തായാലും പ്രസവം, ഇപ്പം സാധാരണഗതിയിലുള്ള പ്രസവമാണെങ്കിലും സിസേറിയൻ സെക്ഷൻ വഴിയുള്ള പ്രസവമാണെങ്കിലും പ്രസവം കഴിയുമ്പോഴത്തേക്ക് വയറിൻ്റെ ഭംഗി പൂർണ്ണമായി നഷ്ടപ്പെടും. വയറ് നല്ലവണ്ണം ചടഞ്ഞ് ഉടയും, പലപ്പോഴും കൊഴുപ്പ് വന്ന് വയറിലടിയും. പിന്നെ ഈ താഴെയുള്ള സ്കിന്ന് വികൃതമായി തൂങ്ങിക്കിടക്കും. അതായത് അടിവയറിലുള്ള സ്കിന്ന് തൂങ്ങി വൃത്തികേടായിട്ട് ഇങ്ങനെ തൂങ്ങിക്കിടക്കും. അപ്പോൾ ആകെ മൊത്തത്തിൽ ആ വയറിൻ്റെ, ഉദരത്തിൻ്റെ ഭംഗി, ഷേപ്പ് നഷ്ടമാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഒരു മുഖ്യ ഘടകം. പിന്നെ ചിലർക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, സ്ഥലങ്ങൾക്ക് പല വ്യത്യാസങ്ങൾ വരാറുണ്ട്. ഒന്നുകിൽ ഭയങ്കര സ്ഥൂലീകരണം സംഭവിച്ച് സ്ഥലങ്ങൾ തടിച്ച് വികൃതമായിരിക്കും, അല്ലെങ്കിൽ സ്ഥലങ്ങൾ തീരെ ശോഷിച്ച് സ്ഥലങ്ങളുടെ വലിപ്പം കുറഞ്ഞ് സ്ഥലങ്ങൾ തൂങ്ങി ഇറങ്ങുന്ന ഒരവസ്ഥയുണ്ടാവും. അപ്പം ഇത് ഒക്കെയാണ് ഈ മമ്മി മേക്ക് ഓവേഴ്സിൽ നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത്. പിന്നെ ഇത് കൂടാതെ ചില സ്ത്രീകൾ, അവർക്ക് ഈ പ്രസവാനന്തരം അവർക്ക് അവരുടെ യോനി ഭാഗത്ത് ഉണ്ടാകുന്ന അപചയങ്ങൾ കറക്റ്റ് ചെയ്യാനും വരാറുണ്ട്. അതായത് യോനി കൂടുതൽ അതിന് കൂടുതൽ വ്യാസമുണ്ടാവും. കാര്യം നോർമൽ രീതിയിലുള്ള ഒരു പ്രസവമാണെന്നുണ്ടെങ്കിൽ കുഞ്ഞ് ഈ യോനിയിലൂടെ ഇറങ്ങി വരുമ്പോൾ യോനിക്ക് സാധാരണയിലും കൂടുതൽ വലിപ്പക്കൂടുതലും കൂടുതൽ വ്യാസവും വ്യാപ്തിയും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇത്തരം വ്യാസവും കൂടുതലായിട്ടുള്ള യോനി മുറുക്കൽ ശസ്ത്രക്രിയകൾ എന്ന് പറയും നമ്മൾ, വെജൈനോപ്ലാസ്റ്റി, അതും ഇതിൻ്റെ കൂടെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പല പ്രക്രിയകൾ അടങ്ങിയ ഒരു പാക്കേജാണ് ഈ അമേരിക്കൻ സർജൻസ് മമ്മി മേക്ക് ഓവർ എന്ന് പറയുന്നത്. അത് കേട്ടിട്ടിപ്പോൾ നമ്മുടെ ആൾക്കാരും വന്ന് ഞങ്ങളുടെ ചോദിക്കാറുണ്ട്, ഡോക്ടർ മമ്മി മേക്ക് ഓവർ ചെയ്യുമോ? മമ്മി മേക്ക് ഓവർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? അപ്പോൾ അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിനു വേണ്ടിയാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ മമ്മി മേക്ക് ഓവർ എന്ന് പറഞ്ഞാൽ ശരീരത്തിലുള്ള പല ഭാഗങ്ങളെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾക്കുള്ള ചികിത്സകളെല്ലാം ഇൻക്ലൂഡ് ചെയ്തൊരു പാക്കേജാണ്. അപ്പോൾ ഈ ആദ്യം തന്നെ നമുക്ക് ഉദരത്തിൻ്റെ കാര്യം പറയാം. ഉദരഭംഗി വീണ്ടെടുക്കാൻ വേണ്ടി നമ്മൾ പല രീതിയിലുള്ള ശസ്ത്രക്രിയകൾ ചെയ്യും. ഇപ്പം 2 രീതിയിലുള്ള കാര്യങ്ങളാണ് ഇതിന് ചെയ്യുന്നത്. ഒന്ന്, ഇപ്പം ഈ പ്രസവാനന്തരം ഭയങ്കര സ്ഥൂലീകരിച്ച് വണ്ണം കൂടിയ ഉദരങ്ങളാണെങ്കിൽ
കൊഴുപ്പ് വലിച്ചെടുക്കുന്ന ലൈപ്പോസക്ഷൻ പ്രക്രിയ മാത്രം ചെയ്താൽ ഉദരത്തിൻ്റെ ഷേപ്പ് ഏറെക്കുറെ നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും. പക്ഷേ എന്തായാലും ഒട്ടുമുക്കാൽ ഭാഗം സ്ത്രീകൾക്കും അവരുടെ അടിവയറിൻ്റെ ഭാഗത്ത് തൊലി തൂങ്ങി വൃത്തികേടായ രീതിയിൽ തൂങ്ങി വികൃതമായി കിടക്കുന്നതും കൂടെ ഇതിൻ്റെ കൂടെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഉദരഭംഗി വീണ്ടെടുക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് അബ്ഡോമിനോപ്ലാസ്റ്റി അഥവാ ടമ്മി ടക്ക് എന്ന് പറയുന്ന ശസ്ത്രക്രിയയാണ്. അപ്പോൾ ടമ്മി ടക്കിൻ്റെ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തൂങ്ങിക്കിടക്കുന്ന വികൃതമായി തൂങ്ങിക്കിടക്കുന്ന കീഴ്വയറിലെ സ്കിന്നിനെ മുറിച്ച് മാറ്റുക, വയറിനെ നല്ല ദൃഢമാക്കുക, അതായത് വയറിൻ്റെ പ്രസവാനന്തരം അപചയം ഉണ്ടായ വയറിലെ പേശികളെ നല്ലോണം മുറുക്കുക, നല്ലോണം ടൈറ്റൻ ചെയ്യുക. ഇതൊക്കെ ചെയ്തിട്ട് പിന്നെ ബാക്കിയുള്ള അമിതമായിട്ടുള്ള കൊഴുപ്പിന് ലൈപ്പോസക്ഷൻ മെഷീൻ വഴി വലിച്ചെടുക്കുക. അപ്പോൾ ഇതെല്ലാം അടങ്ങിയ ഒരു പാക്കേജ് ആണ് ഈ ഉദരഭംഗിക്കായിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ പറയുന്നത് അബ്ഡോമിനോപ്ലാസ്റ്റി അല്ലെങ്കിൽ ടമ്മി ടക്ക് എന്നാണ്. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ വളരെ പഴയ പോലെ തന്നെ പണ്ടത്തെ പോലെ തന്നെ വയറ് നല്ല രീതിയിൽ നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിക്കും, ദൃഢമായിട്ടും ഇരിക്കും. പക്ഷേ ഇത് സാധാരണ പ്രസവം നിർത്തിയ ശേഷം ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ആദ്യത്തെ പ്രസവത്തിന് ശേഷം വന്ന് വയറിൻ്റെ ഭംഗി ശരിയാക്കി പിന്നെയും ഗർഭധാരണം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ഉണ്ടാക്കിയ ഷേപ്പൊക്കെ വീണ്ടും നഷ്ടമാവും. അപ്പോൾ അതുകൊണ്ട് പ്രസവം നിർത്തിയ ശേഷം കുട്ടികളൊക്കെ ഉണ്ടായി ഇനി കൂടുതൽ പ്രസവിക്കുന്നില്ല എന്നുള്ള തീരുമാനത്തിലെത്തിയ ശേഷം മാത്രമാണ് ഇത്തരത്തിലുള്ള ഉദരഭംഗിക്കായിട്ട് ചെയ്യുന്ന ഓപ്പറേഷൻസ് നമ്മൾ റെക്കമെൻഡ് ചെയ്യാറുള്ളൂ. അപ്പോൾ അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മൾ നേരത്തെ പറഞ്ഞു സ്ഥലങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാം. അപ്പോൾ വലിപ്പം കൂടിയ സ്ഥലങ്ങളാണെന്നുണ്ടെങ്കിൽ സ്ഥലങ്ങളെ വലിപ്പം കുറയ്ക്കാനുള്ള ശസ്ത്രക്രിയകൾ ചെയ്യുന്നുണ്ട്. സ്ഥലവലിപ്പം കൂടിക്കഴിഞ്ഞാൽ ആ വലിപ്പം കുറച്ച് അവരുടെ പഴയ രീതിയിലുള്ള സ്ഥലത്തിൻ്റെ ആ ഒരു ആകൃതിയിൽ ആകാരഭംഗിയിലോട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഇനി സ്ഥലങ്ങൾ ശുഷ്കിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ശുഷ്കിച്ച സ്ഥലങ്ങളിൽ നമ്മൾ സിലിക്കോൺ ഇംപ്ലാന്റ്സ് നിക്ഷേപിച്ച് അതിൻ്റെ വലിപ്പം പൂർവ്വാവസ്ഥയിലോട്ട് കൊണ്ടുവരാൻ പറ്റും. ഇനി അഥവാ സ്ഥലങ്ങൾ ശുഷ്കിച്ചും തൂങ്ങി ഇറങ്ങിയും വൃത്തികേടായി ഈ പറഞ്ഞാൽ ഒരു പ്രായാധിക്യമുള്ള ഒരു സ്ത്രീയുടെ സ്ഥലങ്ങൾ പോലെ ആവുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അവർക്ക് നമ്മൾ ഈ പറഞ്ഞ പ്രക്രിയകൾ കൂടാതെ തന്നെ ബ്രസ്റ്റ് ലിഫ്റ്റ് എന്ന് പറയും. അതായത് സ്ഥലങ്ങളെ മേൽപോട്ട് ഉയർത്തുന്ന, സ്ഥലങ്ങളെ ദൃഢപ്പെടുത്തുന്ന ബ്രസ്റ്റ് ലിഫ്റ്റ് ഓപ്പറേഷൻസ് നമ്മൾ ഇതിൻ്റെ കൂടെ ചെയ്യും. അപ്പോൾ ഇതെല്ലാം ചെയ്ത് നമുക്ക് സ്ഥലങ്ങളുടെ രൂപഭംഗി പഴയതുപോലെ ആക്കി കൊടുക്കാൻ കഴിയും. അപ്പോൾ ഇത് രണ്ടുമാണ് മിക്കവാറും ഉള്ള സ്ത്രീകൾ നമ്മുടെ അടുത്ത് വരുന്നത്. ഈ മമ്മി മേക്ക് ഓവറിൻ്റെ ഇതായിട്ട് ഭാഗമായിട്ട് വരുന്ന ശരീരഭംഗി മെച്ചപ്പെടുത്താൻ, സ്ഥലങ്ങളുടെയും വയറുകളുടെയും ഉദരത്തിൻ്റെയും ഭംഗി മെച്ചപ്പെടുത്താനാണ് ഒട്ടുമുക്കാൽ സ്ത്രീകൾ നമ്മുടെ അടുത്ത് വരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ കുറച്ച് സ്ത്രീകൾ അവർക്ക് ഈ പറഞ്ഞതുപോലെ പ്രസവാനന്തരം അവരുടെ യോനി ഭാഗത്ത് കണ്ടമാനം ഒരു അയവുണ്ടാവും. യോനിക്ക് ഭയങ്കര അയവുണ്ടാകുമ്പോഴത്തേക്ക് അത് അവരുടെ സെക്ഷൽ ലൈഫിനെ, അവരുടെ ശരീരത്തിൻ്റെ സെക്ഷൽ ലൈഫിനെ ഇത് ബാധിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ കണ്ടമാനം അയവുണ്ടായി അയഞ്ഞ് വ്യാപ്തി കൂടിയ യോനിയുള്ള സ്ത്രീകൾ പ്രസവാനന്തരം നമ്മുടെ അടുത്ത് വന്ന് യോനി മുറുക്കൽ ശസ്ത്രക്രിയ, ഇവയെ പറയുന്ന വെജൈനോപ്ലാസ്റ്റി എന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത്. യോനി ദൃഢമാക്കുന്ന, അതായത് യോനിക്കകത്തൂടെ തന്നെ നിർവഹിക്കുന്ന ശസ്ത്രക്രിയകളാണ്. അപ്പോൾ ഇതിൽ ബാഹ്യമായ പാടുകളൊന്നും കാണുന്നില്ല. യോനിക്ക് ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന പേശികളെ, മസിൽസിനെ നല്ല രീതിയിൽ ദൃഢപ്പെടുത്തുകയാണ് നമ്മൾ ആദ്യത്തെ ഇതിൽ ചെയ്യുന്നത്, സ്റ്റെപ്പായിട്ട് ചെയ്യുന്നത്. രണ്ടാമത് യോനിയുടെ വ്യാപ്തി കുറയ്ക്കാൻ വേണ്ടിയുള്ള ശസ്ത്രക്രിയ ഇതിൻ്റെ കൂടെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി ചെയ്ത് കഴിയുമ്പോൾ ആ ഭാഗം യോനി വളരെ ദൃഢമാവുകയും ആ യോനിയുടെ പേശികളെ മുറുക്കുകയും ചെയ്യുമ്പോഴത്തേക്ക് ഇവർക്ക് പ്രസവത്തിന് മുമ്പുള്ള അവസ്ഥയിലോട്ട് അവരെ കൊണ്ടുപോകാനും അവർക്ക് അവരുടെ ലൈംഗിക ജീവിതം, സെക്ഷൽ ലൈഫ് അവർക്ക് പഴയതുപോലെ എൻജോയ് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഈ മമ്മി മേക്ക് ഓവർ ശസ്ത്രക്രിയകളുടെ ഒരു പൊതുവെ ഉള്ള ഒരു നാം ചെയ്തു വരുന്ന ഒരു പൊതുവായ പരിപാടികൾ ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് വളരെ പ്രചാരമുണ്ട്. ഇന്നിപ്പോൾ ആൾക്കാരൊക്കെ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഇൻ്റർനെറ്റും മറ്റ് സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് അമേരിക്കയിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ തന്നെ സംഭവിക്കാൻ പറ്റുന്നുണ്ട്. ആൾക്കാർ അതിനെപ്പറ്റി ബോധവാന്മാരാണ്. അവരിത്തരം കാര്യങ്ങൾ എപ്പോഴും അവരിങ്ങനെ ഊഴ്ന്നു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും പുതുമ നിറഞ്ഞ പുതുമ നിറഞ്ഞ പ്രക്രിയകൾ പാശ്ചാത്യ രാജ്യങ്ങളിൽ ഉടലെടുക്കുകയാണെങ്കിൽ ഉടൻ തന്നെ അവർ നമ്മളെയും സമീപിക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എപ്പോഴും വെൽ ട്രെയിൻഡാണ്. എന്തൊക്കെയാണ് പുതിയ പുതിയ പ്രക്രിയകൾ നടക്കുന്നത്, എന്തൊക്കെ പുതിയ ശസ്ത്രക്രിയകൾ നടക്കുന്നു എന്നുള്ളതിനെപ്പറ്റി ഞങ്ങളെപ്പോലെയുള്ള സർജന്മാർ, ഞങ്ങളെപ്പോലെയുള്ള ഡോക്ടേഴ്സ്, ഞങ്ങളും ഇതിൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ പലപ്പോഴും നമ്മൾ കോൺഫറൻസിന് പോവുകയും ഇതുപോലെയുള്ള പാശ്ചാത്യ രാജ്യങ്ങളിലെ ഡോക്ടേഴ്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്യും, അവിടുത്തെ
എന്തൊക്കെയാണ് പ്രക്രിയകൾ ചെയ്യുന്നതെന്നുള്ള കണ്ടുപിടിക്കുകയൊക്കെ ചെയ്ത് നമ്മളത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മമ്മി മേക്ക് ഓവർ എന്ന് പറയുന്നത് ഇന്ന് ഇന്ത്യയിലും സർവ്വസാധാരണമായിട്ട് കോസ്മെറ്റിക് സയൻസൊക്കെ ചെയ്യുന്ന പ്രക്രിയകൾ തന്നെയാണ്.